നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ലീനിയർ കോമ്പിനേഷൻ. ലീനിയർ കോമ്പിനേഷൻ എന്താണെന്നുള്ളതാണ്. ലീനിയർ കോമ്പിനേഷൻ. ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെ എന്താണ് എളുപ്പമുള്ള ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ. ലീനിയർ കോമ്പിനേഷൻ ഓഫ് ടു ഇന്റിജേഴ്സ് എ ആൻഡ് ബി. രണ്ട് ഇന്റിജേഴ്സ് എയും ബി, അവരുടെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ആൽഫ എ പ്ലസ് ബീറ്റ ബി ആണ്. ആൽഫ എ പ്ലസ് ബീറ്റ ബി ആണ്. വേർ ആൽഫ ആൻഡ് ബീറ്റ ആർ സം ഇന്റിജേഴ്സ്. ആൽഫ ആൻഡ് ബീറ്റ ആർ സം ഇന്റിജേഴ്സ്. ആർ സം ഇന്റിജേഴ്സ്. ഇന്റിജേഴ്സ് സെറ്റ് ആണ് നമ്മൾ Z കൊണ്ട് മീൻ ചെയ്യുന്നത്. whatever it is, ആർ സം ഇന്റിജേഴ്സ് എന്ന് നിങ്ങൾ എഴുതിയാലും കുഴപ്പമില്ല. ആർ സം ഇന്റിജേഴ്സ്. ഇതാണ് ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. രണ്ട് ഇന്റിജറിന്റെ ലീനിയർ കോമ്പിനേഷൻ ആൽഫ എ പ്ലസ് ബീറ്റ. എക്സാമ്പിൾ കാണിച്ചുതരാം. ഇപ്പൊ ഞാൻ എടുക്കുന്നത് 2 ഉം 3. രണ്ട് ഇന്റിജേഴ്സ് എടുക്കാൻ പറഞ്ഞപ്പോ 2 ഉം 3. ഇയാളുടെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് രണ്ടിനെ ഏതെങ്കിലും നമ്പർ കൊണ്ട്, ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇന്റിജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഞാൻ 2നെ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 5 × 2 പ്ലസ് 3നെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇന്റിജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 3നെയും ഇഷ്ടമുള്ള ഇന്റിജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ. ഇഷ്ടമുള്ളതാണ് കേട്ടോ, ഞാൻ ഏതാണെന്നൊന്നും സ്പെസിഫിക്കലി പറയുന്നില്ല. ഇന്റിജർ ആയിരിക്കും. ദാ 2ന്റെയും 3ന്റെയും ഒരു ലീനിയർ കോമ്പിനേഷൻ കിട്ടി. 2ന്റെയും 3ന്റെയും ലീനിയർ കോമ്പിനേഷൻ. വി ആർ ഡൺ. ഇനി വേറൊരു ലീനിയർ കോമ്പിനേഷൻ വേണം ശരിയാക്കാൻ. 2 × -2. 2നെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3നെ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എഗൈൻ എ ലീനിയർ കോമ്പിനേഷൻ. എഗൈൻ എ ലീനിയർ കോമ്പിനേഷൻ. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയ കൺസെപ്റ്റ്. നിങ്ങളുടെ കയ്യിൽ 2 ഇന്റിജർ തന്നതിന് ശേഷം നിങ്ങളോട് പറയുകയാണ് അയാളുടെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറയുകയാണ്. നിങ്ങളൊന്നും ചെയ്യണ്ട. ആ 2 ഇന്റിജറിനെയും ഏതെങ്കിലും വേറെ 2 ഇന്റിജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, തമ്മിൽ കൂട്ടി വെക്കുക, നിങ്ങൾക്ക് ലീനിയർ കോമ്പിനേഷൻ ആയിട്ടുണ്ടാവും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ലീനിയർ കോമ്പിനേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് I will be moving for a famous and a very important theorem. It is called Euler's theorem. Euler's theorem. Euler's theorem. Euler's theorem പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് ചിലപ്പോൾ പ്രോഗ്രാംസ് ചെയ്യേണ്ടി വരും. BCA കുട്ടികൾക്ക് മിക്കവാറും പ്രോഗ്രാംസ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിലൊക്കെ ഇയാൾ കയറി വരുന്നുണ്ട്. Euler's theorem ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് യൂക്ലിഡ്സ് അൽഗോരിതം എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ വളരെ വളരെ ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾക്ക് ഈ സെമ്മിൽ മാത്രമല്ല പിന്നീട് അങ്ങോട്ടും ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. അങ്ങനെ ഒരാളാണ് ഞാൻ പറയുന്നത്. ശരി, ഓയിലേഴ്സ് തിയറം പറയുന്നത് the GCD of the positive integers small a and b is the linear combination of small a and b. രണ്ട് നമ്പേഴ്സിന്റെ GCD എന്ന് പറയുന്നത്, ആ രണ്ട് നമ്പേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷനായി എഴുതാൻ കഴിയും. രണ്ട് നമ്പേഴ്സിന്റെ GCD എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ആ രണ്ട് നമ്പേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷനായി നിങ്ങൾക്ക് എഴുതാൻ കഴിയും എന്നാണ് തിയറം പറയുന്നത്. ശരി, നമുക്ക് ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഞാനിപ്പോ 2 ഇന്റിജേഴ്സ് എടുത്തു, 28ഉം 12ഉം. 28ന്റെയും 12ന്റെയും GCD നിങ്ങൾക്ക് അറിയാമായിരിക്കും, അത് 4 ആണ്. 28ന്റെയും 12ന്റെയും GCD 4. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 28 × ഇനി ഇന്റിജർ പ്ലസ് 12 × ഏതോ ഇന്റിജർ ചെയ്യുമ്പോഴേക്കും കൂട്ടിക്കഴിഞ്ഞാൽ 4 കിട്ടും. 28നെ ഏതോ ഇന്റിജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക,
12നെ ഏതെങ്കിലും ഇൻഡിജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, തമ്മിൽ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 4 കിട്ടും. അങ്ങനെ ഒരു ലീനിയർ കോമ്പിനേഷനായി 4നെ എഴുതാൻ കഴിയുമെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ, ഓയിലേഴ്സ് തിയറം പറയുന്നത്. നോക്കാം, 28നെ ഞാൻ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 12നെ ഞാൻ -4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 12നെ -4 കൊണ്ട് മൾട്ടിപ്ലൈ. 28 മൈനസ് 4 × 12 24 ആണ്. 28 മൈനസ് 24 4ആണ്. നിങ്ങൾ നോക്കൂ, നിങ്ങളെ GCD ആയ 4നെ 28ന്റെയും 12ന്റെയും ഏതോ ഒരു ലീനിയർ കോമ്പിനേഷനായി എനിക്ക് എഴുതാൻ കഴിയും. ഏതോ ഒരു ലീനിയർ കോമ്പിനേഷനായി എനിക്ക് എഴുതാൻ കഴിയും. സോറി, 4 അല്ല, എനിക്ക് തെറ്റിപ്പോയതാണ്. 4 അല്ല, 2 ആണ് കേട്ടോ, 2 ആണ് തെറ്റിപ്പോയതാണ്. 2 24, 12 × 2 ആണല്ലോ 24. 12 × 2 ആണ് 24. നമ്മൾ എഴുതി കഴിഞ്ഞു. ഈ ഒരു കാര്യമാണ് കേട്ടോ അവർ പറയുന്നത്. നിങ്ങൾ ഏത് രണ്ട് നമ്പറിന്റെ GCDയെയും നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ കഴിയും, ഉറപ്പായി എഴുതാൻ കഴിയും. ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കാം. 7ന്റെയും 4ന്റെയും GCD. 7ന്റെയും 4ന്റെയും GCD നിങ്ങൾക്കറിയാം, അത് 1 ആണ്. നിങ്ങൾക്ക് 1നെ 7ന്റെയും 4ന്റെയും ലീനിയർ കോമ്പിനേഷനായി എഴുതാൻ കഴിയും. നിങ്ങൾക്ക് 1നെ 7ന്റെയും 4ന്റെയും ലീനിയർ കോമ്പിനേഷനായി എഴുതാൻ കഴിയും. എങ്ങനെ എഴുതാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. ഇതാ നോക്കൂ, 3 × 7 പ്ലസ് -5 × 4. 3 × 7 21 ആണ്. 5 × 4 20 ആണ്. 21 - 20 എന്ന് പറയുന്നത് 1 കിട്ടും. ലീനിയർ കോമ്പിനേഷനായി എഴുതി കഴിഞ്ഞു. ലീനിയർ കോമ്പിനേഷനായി എഴുതി. ഇത് നിങ്ങൾക്ക് ഏത് നമ്പറിന്റെ GCDക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറയുന്നത് കേട്ടോ. ഏത് നമ്പറിന്റെ GCDക്കും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും എന്നാണ് ഓയിലേഴ്സ് തിയറം ഉറപ്പ് തരുന്നത്. ഇനി നമ്മുടെ ജോലി എന്താണെന്ന് പറഞ്ഞാല്, ഈ ഒരു ലീനിയർ കോമ്പിനേഷൻ ഇങ്ങനെ എന്ത് ചെയ്യുക എന്നുള്ള വായുവിൽ നിന്ന് എടുത്തെഴുതിയാൽ പറ്റൂലല്ലോ. വെറുതെ ഞാനിപ്പം 28നെയും 12ന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് 4 എഴുതാൻ കഴിയും. പക്ഷെ ഞാൻ അത് ലീനിയർ കോമ്പിനേഷൻ ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2 എന്ന നമ്പരും -2 എന്ന നമ്പരും വെറുതെ നിങ്ങൾക്ക് എഴുതി വെച്ചു. അത് ഞാൻ എങ്ങനെ കൊണ്ടുവന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോ ഒരാൾക്ക് പെട്ടെന്ന് അത് കിട്ടിയില്ലെങ്കിലോ അത് എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്നുള്ള ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇനി പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ദ സെയിം ഹിയർ. 7ഉം 4ഉം ഓക്കെ, പക്ഷെ പെട്ടെന്ന് ഒരു 3ഉം -5ഉം എങ്ങനെ വന്നു? 3ഉം -5ഉം എങ്ങനെ വന്നു? ഓക്കെ, ചെറിയ നമ്പർ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു കാൽക്കുലേഷൻ, എനിക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എഴുതി, അത്രേ ഉള്ളൂ. പക്ഷെ ഇതായിരിക്കില്ല വലിയ നമ്പർ വരുമ്പോൾ പ്രശ്നം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ കാര്യത്തെ പറ്റിയിട്ടാണ്. എങ്ങനെ നിങ്ങൾക്ക് ലീനിയർ കോമ്പിനേഷനായി ഇയാളെ എഴുതാൻ കഴിയും, ഈ പറഞ്ഞ പോലെ ലീനിയർ കോമ്പിനേഷനെ എങ്ങനെ എഴുതാൻ കഴിയും എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓയിലേഴ്സ് തിയറത്തിന്റെ കൂടെ ഒരു കാര്യവും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇത് തിയറത്തിന്റെ പ്രൂഫിന്റെ അകത്തുള്ള ഒരു കാര്യമാണ്, പക്ഷേ നിങ്ങൾക്കത് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയുന്നു, പ്രോഗ്രാമിങ്ങിനാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് MCAയുടെ എൻട്രൻസിനാണെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. The GCD of two positive integers small a and small b is the least positive integer that can be written as the linear combination of A and B. എയുടെയും ബിയുടെയും GCD എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷനായി എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻഡിജർ. എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നിങ്ങൾക്ക് പല ആൾക്കാരെ രണ്ട് നമ്പറിന്റെ GCD ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നിങ്ങൾക്ക് പല നമ്പറിനെ എഴുതാൻ പറ്റും.
പക്ഷെ അങ്ങനെ എഴുതാൻ കഴിയുന്നവയിൽ ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇന്റിജർ ആയിരിക്കും അതിന്റെ GCD. അതായത് നോക്കൂ, 28ന്റെയും 12ന്റെയും GCD എന്ന് പറയുന്നത് 4 സമ്മതിച്ചു തന്നു. അതിനെ നമ്മൾ കൃത്യമായി എഴുതിയിരുന്നു. 28 × 1 പ്ലസ് -2 × 12 എന്ന് നമ്മൾ എഴുതിയിരുന്നു. എഴുതാൻ പറ്റി. നിങ്ങൾക്ക് സത്യം പറഞ്ഞാല് എന്താണ് 28ന്റെയും 12ന്റെയും GCD ആയി ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് വേറെ നമ്പറുകൾ എഴുതാം. ഫോർ എക്സാമ്പിൾ 28 × 2 പ്ലസ് 12 × 3. 28 × 2 പ്ലസ് 12 × 3. 28 × 2 എന്ന് പറയുമ്പോൾ 54 ആണ്. 54 ആണ്. സോറി 54 അല്ല, 56 ആണ്. 56 ആണ്. 56 പ്ലസ് 36. 56 പ്ലസ് 36. 56 പ്ലസ് 36 92. 56 പ്ലസ് 32 92 ആണ്. 28ന്റെയും 12ന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറുതായിരിക്കും 4. അതായത് ഇങ്ങനെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുമ്പം 4ന് താഴെ ഒരു പോസിറ്റീവ് ഇന്റിജറിന് നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ല. അതായത് 28 × സംതിങ് പ്ലസ് 12 × സംതിങ് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും 4നേക്കാൾ താഴെ ഫോർ 3 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല, 2 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല, 1 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. 28ന്റെയും 12ന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് 3നെയോ 2നെയോ 1നെയോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എഴുതാൻ പറ്റത്തില്ല. പറ്റുന്ന ഏറ്റവും ചെറിയ ഇന്റിജർ ആയിരിക്കും അതിന്റെ GCD. അതാണ് ഈ പറയുന്നത്. ഈ പറയുന്ന കാര്യം ഇതാണ്. ഇത് നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനേഷൻ ആയാലും മറ്റ് പ്രോഗ്രാമിംഗിന്റെ കാര്യത്തിലായാലും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. GCD of two positive integers a and b is the least positive integer that can be written as the linear combination of a and b. ഇതാണ്. ഇത് ഞാൻ ഉപയോഗിക്കത്തൊന്നുമില്ല. ഇപ്പൊ ഞാൻ എന്തായാലും ഉപയോഗിക്കത്തില്ല. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കീപ് ഇൻ മൈൻഡ്. എഴുതി വെച്ചേക്കുക. അത്രേ ഉള്ളൂ. നോട്ടിൽ എഴുതി വെച്ചേക്കുക. ആ ഒരു കാലത്ത് ഉപകാരപ്പെടുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. യൂക്ലിഡിയൻ അൽഗോരിതം നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. യൂക്ലിഡിയൻ അൽഗോരിതം. ഞാൻ ഒരു തിയറം എഴുതാൻ പോവുകയാണ്. ഒരു തിയറം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ തിയറം എഴുതുന്നതിന് മുമ്പ് ഞാൻ അതിന്റെ ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്താണ് 28ന്റെയും 12ന്റെയും GCD അറിയാം. ഇപ്പൊ ഞാൻ എഴുതി 4ആണ് 28ന്റെയും 12ന്റെയും GCD. 28ന്റെയും 12ന്റെയും GCD എന്ന് പറയുന്നത് 4ആണ്. ഓക്കെ, ഡൺ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് ഈ 28നെ, അതായത് കൂട്ടത്തിൽ വലിയ ആളെ ചെറിയ ആളെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് 28നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 24 2 തവണ റിമൈൻഡർ 4. നിങ്ങൾ ഇവിടെ ഡിവിഷന് വേണ്ടി ഉപയോഗിച്ചത് 12ആണ്. നിങ്ങൾക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടിയത് 4ആണ്. നിങ്ങൾ ഡിവൈഡ് ചെയ്തത് ഡിവൈസർ അല്ലെങ്കിൽ ഡിവൈസർ എന്ന് പറയുന്നത് എന്താണ്? 12 ആണ്. നിങ്ങൾക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടിയത് 4ആണ്. അതായത് നിങ്ങൾ ഡിവൈസറിന്റെയും റിമൈൻഡറിന്റെയും GCD നോക്കുക. 12ന്റെയും 4ന്റെയും GCD നോക്കുമ്പോൾ നിങ്ങൾക്ക് 4 തന്നെ കിട്ടും. 12ന്റെയും 4ന്റെയും GCD നോക്കുമ്പോൾ നിങ്ങൾക്ക് 4 തന്നെ കിട്ടും. ഓക്കെ, അടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 30ന്റെയും 63ന്റെയും GCD. 30ന്റെയും 63ന്റെയും GCD. 30ന്റെയും 63ന്റെയും GCD 3 ആണ്. 30ന്റെയും 63ന്റെയും GCD. ഞാൻ ഇതിലെ കൂട്ടത്തിൽ വലിയ ആൾ 63 ആണ്. 63നെ ഞാൻ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 60 2 തവണ റിമൈൻഡർ 3. ഇവിടെ നിങ്ങൾ ഡിവൈഡ് ചെയ്തത് 30 വെച്ചിട്ടാണ്. 30നെ അവിടെ ഇട്ടു. നിങ്ങൾക്ക് കിട്ടിയ റിമൈൻഡർ 3 ആണ്. അതവിടെ ഇട്ടു. 30ന്റെയും
3ന്റെയും GCD 3 തന്നെയാണ്. 30ന്റെയും 3ന്റെയും GCD 3 തന്നെയാണ്. വീണ്ടും എക്സാമ്പിൾ നോക്കാം കേട്ടോ. വീണ്ടും എക്സാമ്പിൾ നോക്കാം. നമുക്ക് 120ന്റെയും 120ന്റെയും 28ന്റെയും GCD നോക്കാം. 120ന്റെയും 28ന്റെയും GCD നോക്കാം. 120ന്റെയും 28ന്റെയും GCD എനിക്ക് അറിയത്തില്ല. ഞാനിപ്പോ എന്തായാലും നോക്കുന്നില്ല. പകരം കൂട്ടത്തിൽ വലുതായ 120നെ 28 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യും. 28 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 28 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 112 4 തവണ കിട്ടും. 112 4 തവണ. 28 × 4 112 ആണ്. 28 × 4 112 ആണ്. 112 എടുത്തു. റിമൈൻഡർ 8. അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തത് 28 വെച്ചിട്ട് താഴെ റിമൈൻഡർ ആയിട്ട് വന്നത് 8. 28ന്റെയും 8ന്റെയും GCD ഞാൻ നോക്കുന്നു. 28ന്റെയും 8ന്റെയും GCD 4 ആണ്. ഓക്കെ, 120ന്റെയും 28ന്റെയും GCD 4 ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഈ ഒരു കാര്യം. ഓക്കെ, ഒരു പാറ്റേൺ ശരിയായി തന്നെ പോവുകയാണ്. അപ്പൊ ശരി, 28നെ ആരൊക്കെ ഡിവൈഡ് ചെയ്യും നോക്കാം. 28നെ 1 ഡിവൈഡ് ചെയ്യും, 2 ഡിവൈഡ് ചെയ്യും, 4 ഡിവൈഡ് ചെയ്യും, 7 ഡിവൈഡ് ചെയ്യും, 7 ഡിവൈഡ് ചെയ്യും. പിന്നെ അടുത്തെന്താണ്? 7 ഡിവൈഡ് ചെയ്യും, 14 ഡിവൈഡ് ചെയ്യും, 14 ഡിവൈഡ് ചെയ്യും, 28 ഡിവൈഡ് ചെയ്യും. 120നെ ഡിവൈഡ് ചെയ്യുന്ന ആൾക്കാര് 1 ഡിവൈഡ് ചെയ്യും, 2, 3, 4, 5, 6, 7 ഇല്ല, 7 ഇല്ല, 8 ഡിവൈഡ് ചെയ്യും, 9 ഇല്ല, 10 ഡിവൈഡ് ചെയ്യും, 10 ഡിവൈഡ് ചെയ്യും, 11, 12 ഡിവൈഡ് ചെയ്യും, 12 ഡിവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 14 ഡിവൈഡ് ചെയ്യത്തില്ല, 15 ഡിവൈഡ് ചെയ്യും, 15 ഡിവൈഡ് ചെയ്യും, 15 ഡിവൈഡ് ചെയ്യും. പിന്നെ 20 ഡിവൈഡ് ചെയ്യും, 20 ഡിവൈഡ് ചെയ്യും, 30 ഡിവൈഡ് ചെയ്യും. പിന്നെ കുറെ പേര് കാണും കേട്ടോ, സാരമില്ല. പക്ഷെ കോമൺ ആയിട്ട് 28ന് ശേഷം പിന്നെ അപ്പുറത്ത് വലുതാവുമ്പോഴേ കോമൺ ആയിട്ട് ആരും കാണൂലല്ലോ. അപ്പൊ പിന്നെ 4, 4, 2, 2, 1, 1 ഇവരൊക്കെയാണ് കോമൺ ഡിവൈസസ്. ഇവരൊക്കെയാണ് കോമൺ ഡിവൈസർ. അല്ലാതെ ഒരു കോമൺ ഡിവൈസർ കാണില്ല. ഇതിൽ ഏറ്റവും വലുത് 4 ആണ്. അതായത് ഇയാളുടെ GCD 4 ആണ്. ഇയാളുടെ GCD 4 ആണ്. കണ്ടുപിടിച്ചു. വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാറ്റേൺ വീണ്ടും സെയിം ആയിട്ട് തന്നെ വന്നു. ശരി, ഇതുമായി ബന്ധപ്പെട്ട തിയറമാണ് അടുത്ത തിയറം. തിയറം ശ്രദ്ധിക്കുക. യൂക്ലിഡിയൻ അൽഗോരിതത്തിന്റെ ബേസ് ആണ് ഈ തിയറം. പറയുന്നത് ലെറ്റ് A and B be positive integers. എയും ബിയും പോസിറ്റീവ് ഇന്റിജേഴ്സ് ആയിക്കോട്ടെ. R be the remainder and R be the remainder when A is divided by B. When A is divided by B. A-നെ B കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ R ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ then എയുടെയും ബിയുടെയും GCDയും ബി കൊണ്ടാണല്ലോ ഡിവൈഡ് ചെയ്തത്. ഡിവൈഡ് ചെയ്തത് ബി കൊണ്ട്, റിമൈൻഡർ ആയി കിട്ടിയത് 6. ബിയുടെയും ആറിന്റെയും GCDയും സെയിം ആയി. എയുടെയും ബിയുടെയും GCDയും ബിന്റെയും ആറിന്റെയും GCDയും എന്തായിരിക്കും? സെയിം ആയി എന്നാണ് തിയറം പറയുന്നത്. നിങ്ങളുടെ ഈ തിയറം പറയുന്നത്. ഇതാണ് ഞാൻ പറയുന്നത്. ഈ നേരത്തെ നമ്മൾ എക്സാമ്പിളിൽ കൂടെ കണ്ട കാര്യം ശരിയാണ്. അതെപ്പോഴും നടക്കുന്നതാണ്. അത് ഒരു സത്യസന്ധമായ കാര്യം തന്നെയാണ്. അപ്പൊ അതാണ് എന്റെ തിയറം പറയുന്നതും അതേ കാര്യം തന്നെ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ശരി. നെക്സ്റ്റ്. അപ്പോ ഞാൻ ജസ്റ്റ് ഈ ഒരു കാര്യം
ഈ ഒരു കാര്യം വെച്ചിട്ട് ഞാൻ ഒരു രണ്ട് നമ്പറിന്റെ GCD കണ്ടുപിടിക്കാൻ പോവാണ്. രണ്ട് നമ്പറിന്റെ GCD കണ്ടുപിടിക്കാൻ പോവാണ്. അതായത് ഐ എം ഗോയിങ് ടു ഫൈൻഡ് ദ GCD of 2076 and 1776. 2076 and 1776. നിങ്ങൾക്ക് ആ നമ്പറിന്റെ എനോർമസിറ്റി കാണാം. എന്തുമാത്രം വലുതാണ് ആ നമ്പർ. ഓക്കെ, നമ്മൾ ഈ കുഞ്ഞിലെ നിങ്ങൾ ഈ GCD കണ്ടുപിടിക്കാനായിട്ട് ഒരു പ്രത്യേക മെത്തേഡ് നിങ്ങൾ കുഞ്ഞിലെ പഠിച്ചിട്ടുണ്ട്. ഞാൻ ആ പഠിച്ച മെത്തേഡ് ജസ്റ്റ് ഒന്ന് സൈഡിൽ ഇലുസ്ട്രേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിന് കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ പോവില്ല. 2076 1776 രണ്ട് നമ്പറും അവിടെ എഴുതും. എന്നിട്ട് രണ്ടുപേർക്കും കോമൺ ആയി ആരെങ്കിലും ഡിവൈഡ് ചെയ്യുന്നുണ്ടോ നോക്കും. അത് രണ്ടുപേരും ഈവൻ ആണ്, അതുകൊണ്ട് രണ്ട് എന്തായാലും ഡിവൈഡ് ചെയ്യും. അപ്പോ 2 1 0 7 ആവുമ്പോ 6 ഉണ്ട് 3 തവണ, പിന്നെ 1 അപ്പുറത്തേക്ക് പോകുമ്പോൾ 16 8 തവണ. ഇനി അടുത്ത 1776 17 എന്ന് പറയുമ്പോൾ 16 ഉണ്ട് 8 തവണ, വീണ്ടും 1 അപ്പുറത്തേക്ക് പോകുമ്പോൾ 17 8 തവണ, വീണ്ടും 1 അപ്പുറത്തേക്ക് പോകുമ്പോൾ 8. വീണ്ടും ഒരു ഈവൻ നമ്പർ ആണ്, രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് 5 1 18 ആവുമ്പോൾ 9. ഇവിടെ 4 4 4 4 4 4 4. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന നമ്പറിന്റെ കോമൺ ഡിവൈസസ് ആരെങ്കിലും ഉണ്ടോ നോക്കണം. ഇപ്പൊ കിട്ടിയിരിക്കുന്ന നമ്പറിന് കോമൺ ഡിവൈസസ് ആരുണ്ടോ നോക്കണം. ഇവിടെ 3 കോമൺ ഡിവൈസർ ആണെന്ന് തോന്നുന്നു. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 3 ആവുമ്പോ ഇവിടെ 1 2 ബാക്കി വരും. 21 7 തവണ, 21 7 തവണ, പിന്നെ 19 3 തവണ. 4 1 തവണ, 14 4 തവണ, 24 6 146. ഇനി ഒരു കോമൺ ഡിവൈസർ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഡൺ. അപ്പൊ ഈ കിട്ടിയ കോമൺ ഡിവൈസറിനെ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് അതിന്റെ GCD കിട്ടും. 2 × 2 × 3 12 GCD. 12 GCD. നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ ഞാൻ എഴുതിയ സ്റ്റെപ്പ് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ഇപ്പൊ ഞാൻ എഴുതിയ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഈ ഒരു പാർട്ടിക്കുലർ സ്റ്റെപ്പ് നിങ്ങളുടെ ടെക്സ്റ്റ് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റെപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ജസ്റ്റ് ഒരു കൺഫർമേഷന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാനിത് എലിമിനേറ്റ് ചെയ്യുകയാണ്. ഞാനിത് ഉപയോഗിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നില്ല. ജസ്റ്റ് ഒരു കൺഫർമേഷന് വേണമെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും ചെയ്തു നോക്കാം. അല്ലാതെ മറ്റു ഉപയോഗങ്ങൾക്ക് ഇത് പറ്റില്ല. ശരി, അപ്പൊ നമുക്ക് എങ്ങനെ ഇയാളുടെ GCD കണ്ടുപിടിക്കാം? ഇത് 12 എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫർമേഷനായി എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ നമുക്ക് ഈ ഡിവൈഡ് ചെയ്യുന്ന മെത്തേഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അതായത് ഞാനിവിടെ 2076നെ 1776 കൊണ്ട് ഡിവൈഡ് ചെയ്യും. കാൽക്കുലേറ്റർ നോക്കിക്കഴിഞ്ഞാൽ 2076 1776 ഒരു തവണയേ ഉള്ളൂ. കുറയ്ക്കുമ്പോ 003 300 എന്ന് കിട്ടും. 300 എന്ന് കിട്ടും. റിമൈൻഡർ 300 ആണ്. അതായത് 2076 is equal to 1 × 1776 plus remainder, that is 300. ഇതാണ് കാര്യം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഡിവൈഡ് ചെയ്തത് 1776 കൊണ്ടും റിമൈൻഡർ 300 ആണ്. ഇപ്പൊ ഡിവൈഡ് ചെയ്തത് 1776 പിന്നെ റിമൈൻഡർ ആയി കിട്ടിയത് 300 ആണ്. ഞാൻ ഇനി 1776നെ 300 കൊണ്ട് ഡിവൈഡ് ചെയ്യും. നമുക്ക് 1500 കിട്ടും 5 തവണ. ബാക്കി 276 276. അപ്പൊ ഞാൻ അതും ഇവിടെ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 1776 ഈക്വൽ ടു 5 × 300 പ്ലസ് 276 റിമൈൻഡർ. ഡിവൈഡ് ചെയ്തത് 300 വെച്ച്, റിമൈൻഡർ 276. ശരി, അപ്പൊ ഞാന് ഡിവൈഡ് ചെയ്ത ആളിനെ
റിമൈൻഡർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകും. 300-ൽ 276 ഒരേ ഒരു തവണ മാത്രം, ബാക്കി 24. അതായത് നമ്മുടെ 300 ഈക്വൽ ടു 1 into 276 പ്ലസ് 1 into 276 പ്ലസ് റിമൈൻഡർ ആയിട്ട് 24 കിട്ടും. Again ഡിവൈഡ് ചെയ്തത് 276, റിമൈൻഡർ 24. 276-നെ ഞാൻ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 24 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 240 10 തവണ, 240 പ്ലസ് 24 264, അതായത് 11 തവണ 264. ബാക്കി 12. അതായത് 276 is equal to 11 into 24 plus 12. നമ്മൾ ഡിവൈഡ് ചെയ്തത് 24 വെച്ചിട്ടാണ്, റിമൈൻഡർ ആയി കിട്ടിയത് 12. അപ്പോ ഞാൻ 24-നെ അടുത്ത് 12 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നിങ്ങൾക്കറിയാം അത് 2 തവണയാണ്. റിമൈൻഡർ 0 ആണ്. അപ്പൊ 24 ഈക്വൽ ടു 2 into 12 plus 0. 2 into 12 plus 0 ഡൺ. ഇത്രയും കാര്യം കിട്ടി. ഇപ്പൊ അവസാനം റിമൈൻഡർ 0 കിട്ടി. ഞാൻ അതുകൊണ്ട് നിന്നു, കാരണം 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. റിമൈൻഡർ കൊണ്ടാണല്ലോ ഡിവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇനി എനിക്ക് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തുക. പ്രോസസ് എൻഡായി. നിങ്ങൾക്ക് കിട്ടിയ റിമൈൻഡേഴ്സ് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കിട്ടിയ റിമൈൻഡേഴ്സിൽ ഏറ്റവും അവസാനത്തെ നോൺ സീറോ റിമൈൻഡർ, അയാളായിരിക്കും നിങ്ങളുടെ GCD. നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ നോൺ സീറോ റിമൈൻഡേഴ്സിലെ ഏറ്റവും അവസാനത്തെ റിമൈൻഡർ എന്ന് പറയുന്നത്, ഏറ്റവും അവസാനത്തെ നോൺ സീറോ റിമൈൻഡർ, ഇയാളായിരിക്കും നിങ്ങളുടെ GCD. അതായത് 2076-ന്റെയും 1776-ന്റെയും GCD എന്ന് പറയുന്നത് 12. കാരണം എന്താണ്? വളരെ വ്യക്തമാണ്. 2076-ന്റെയും 1776-ന്റെയും GCD 1776 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1776 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. റിമൈൻഡർ എത്രയാണ്? 300-ന്റെയും GCDക്ക് സെയിം ആയിരിക്കും. അതാണല്ലോ കഴിഞ്ഞ തിയറം പറഞ്ഞത്. ശരി, ഇനി കൂട്ടത്തിൽ ചെറുതാരാണ്? 300. 300-നെ 1776 കൊണ്ട് 300 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത് 276 ആണ്. GCD സെയിം ആയിരിക്കും. ശരി, കൂട്ടത്തിൽ ചെറുതാരാണ്? 276. 300-നെ 276 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത് എന്താണ്? 24. GCD സെയിം ആയിരിക്കും. കഴിഞ്ഞ തിയറം അതാണ് പറയുന്നത്. ചെറുതാരാണ്? 24. 276-നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 24 റിമൈൻഡർ ആയി കിട്ടുന്നത് 12 ആണ്. GCD സെയിം ആയിരിക്കും. പക്ഷെ 24-ഉം 12-ഉം ഈ നമ്പറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ചെറിയ നമ്പറാണ്. 24-ന്റെയും 12-ന്റെയും GCD 12 ആണെന്ന് കിട്ടും. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് എഴുതിയത്. ഇനി വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ മുന്നോട്ട് പോവാം. 12 ബാക്കി 0 റിമൈൻഡർ ആയിട്ട് കിട്ടിയത്. 12-ന്റെയും 0-ന്റെയും GCD 12 തന്നെയാണ്. കാരണം 0-നെ എല്ലാവരും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്താണ്? 276-ന്റെയും 1776-ന്റെയും GCD എന്ന് പറയുന്നത് 12. ഈ പ്രോസസ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? GCD കണ്ടുപിടിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക, 2 നമ്പറിന്റെ GCD കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? കൂട്ടത്തിൽ ചെറിയ നമ്പർ കൊണ്ട് വലിയ നമ്പറിനെ ഡിവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഒരു റിമൈൻഡർ കിട്ടും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആരെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അയാളും റിമൈൻഡറും തമ്മിലുള്ള GCD നോക്കണം. അത് കണ്ടുപിടിക്കാൻ വീണ്ടും അയാളെ ഡിവൈഡ് ചെയ്താൽ മതി. വലുതിനെ ചെറുതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ. അപ്പൊ വീണ്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും? റിമൈൻഡർ കിട്ടും. നിങ്ങളുടെ അവിടുത്തെ ഡിവിഡന്റിനെ വീണ്ടും റിമൈൻഡർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
നിങ്ങൾക്ക് അവിടെ ഒരു ക്വസ്റ്റ്യനും വീണ്ടും റിമൈൻഡർ കിട്ടും. ദ പ്രോസസ് കണ്ടിന്യൂസ് അണ്ടിൽ ദ ടു ഇന്റിജേഴ്സ് ബിക്കം ആസ് സ്മോൾ ആസ് പോസിബിൾ. അത് ചെറുതായി കഴിഞ്ഞാൽ, അതായത് 2776 GCD കണ്ടുപിടിക്കുന്നതാണോ 24ന്റെയും 12ന്റെയും GCD കണ്ടുപിടിക്കുന്നതാണോ എളുപ്പം? ഇതാണ് എളുപ്പം. നമ്മൾ അതിലേക്ക് സഞ്ചരിച്ച് വന്നതാണ് നിങ്ങൾ ഈ കണ്ടത്. നമ്മൾ അതിലേക്ക് ട്രാവൽ ചെയ്ത് വന്നതാണ് നിങ്ങൾ ഇവിടെ കണ്ടത്. As simple as that. ഇതാണ് യൂക്ലിഡിയൻ അൽഗരിതത്തിന്റെ ഒരു സ്റ്റാർട്ട്. യൂക്ലിഡിയൻ അൽഗരിതത്തിന്റെ സ്റ്റാർട്ട് നിങ്ങൾ ഈ കണ്ടതാണ്.